എറണാകുളത്ത് നിന്നും വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത വരുന്നു. എറണാകുളത്ത് 17 വയസ്സുകാരൻ സ്വിമ്മിംഗ് പൂളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാക്കനാട് സ്കൈലൈൻ പാം ടോപ്പ് ഫ്ളാറ്റിലാണ് ഈ 17 വയസ്സുള്ള കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നൈപുണ്യ സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. സൈഫുനിസ അലിയാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സൈഫുനിസ, എന്താണ് സംഭവിച്ചതെന്നാണ് ഫ്ളാറ്റ് നിവാസികളും പോലീസും പറയുന്നത്? വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഈ കുട്ടി നീന്തുന്നതിനിടയിൽ മറ്റും മുങ്ങിപ്പോവുകയായിരുന്നു. അത് ആരും കണ്ടിരുന്നില്ലേ? എന്താ സംഭവിച്ചത് സൈഫുനിസ? അരുൺകുമാർ, ഈ മരണത്തിനെ കുറിച്ച് കൂടുതൽ വ്യക്തത വരാനുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ കുട്ടി മുകളിൽ നിന്ന് ചാടിയതായിരിക്കണം എന്നുള്ളതാണ്. കാരണം ഈ കുട്ടിയുടെ ശരീരം സ്വിമ്മിംഗ് പൂളിൽ നിന്നാണ് കണ്ടെത്തിയത്. പക്ഷേ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാനായി എത്തിയതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മൃതദേഹം ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് മുകളിലേക്ക് കയറ്റി കടത്തിയിട്ടുണ്ട്. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുകയാണ്. മാധ്യമങ്ങളെ ആരെയും അകത്തേക്ക് കയറ്റിവിടുന്നില്ല. ഈ കുട്ടി താമസിക്കുന്നത് ഈ സ്കൈലൈൻ അപ്പാർട്ട്മെന്റിന്റെ വലതുഭാഗത്താണ്. പക്ഷേ ഈ സ്വിമ്മിംഗ് പൂൾ ഉള്ളത് അപ്പാർട്ട്മെന്റിന്റെ ഇടതുഭാഗത്താണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ജനൽ വഴി ചാടാനുള്ള സാധ്യതയില്ല. അതല്ലെങ്കിൽ മുകളിൽ നിന്ന് ഈ ബിൽഡിംഗിന്റെ ഏറ്റവും മുകളിൽ പോയി അവിടെ നിന്ന് ചാടിയതാകാം എന്നുള്ളതാണ് നിലവിലെ നിഗമനം. പക്ഷേ ഇക്കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നാലേ വ്യക്തമാവുകയുള്ളൂ. കുറച്ച് സമയം മുൻപാണ്, അധികം സമയമായിട്ടില്ല, ഈ മൃതദേഹം സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കണ്ടെത്തിയത്. +2 വിദ്യാർത്ഥിയാണ്. ജോഷുവ എന്നാണ് ഈ കുട്ടിയുടെ പേര്. സ്കൂളിലോ അങ്ങനെയൊന്നും ഒരു പ്രശ്നമുള്ളതായിട്ടൊന്നും ഈ സഹപാഠികൾ പറയുന്നില്ല. ഇപ്പോൾ സഹപാഠികളൊക്കെ ഇങ്ങോട്ടേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ മരണവിവരം അറിഞ്ഞ് നല്ല മിടുക്കനായ ഒരു കുട്ടിയാണ്. തൊട്ടടുത്ത് തന്നെയാണ് സ്കൂള്. ഈ ഫ്ളാറ്റിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ അപ്പുറത്താണ് ഈ നൈപുണ്യ സ്കൂളുള്ളത്. സ്കൂളിലെ +2 വിദ്യാർത്ഥി കൂടിയാണ്. ഇന്ന് രാവിലെയാണ് ഈ ഫ്ളാറ്റിന് സമീപത്തായി മൃതദേഹം ഈ സ്വിമ്മിംഗ് പൂളിൽ കണ്ടെത്തിയത്. ഇപ്പോൾ തൃക്കാക്കര പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുകയാണ്. കൂടുതൽ കാര്യങ്ങളിൽ, അതായത് ഈ മരണം എങ്ങനെ ഉണ്ടായി എന്ന കാര്യങ്ങളിലടക്കം കൂടുതൽ വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. അരുൺകുമാർ, 17 വയസ്സ് മാത്രമേ ഉള്ളൂ. താങ്ക് യു സൈഫുനിസ. വല്ലാത്ത വിഷമിപ്പിക്കുന്നൊരു വാർത്തയായി പോയി. എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ കഴിഞ്ഞ് ശേഷം മാത്രമേ അക്കാര്യത്തിലൊരു ധാരണയാവൂ. 17 വയസ്സേ ഉള്ളൂ കുട്ടിക്ക്. ഒരു പുതിയ ജീവിതം ജീവിച്ചു തുടങ്ങുന്ന ഘട്ടത്തിൽ +2 ആയി പുതിയ പഠനങ്ങൾക്കൊക്കെ പോകേണ്ട സമയമാണ്. എന്നാലും ആ വീട്ടുകാർക്കും അത് താങ്ങാനാവാത്ത ഒരു നോവായി.